എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ തന്ന വിലയേറിയ സപ്പോർട്ടിനായി താങ്ക്സ് അറിയിക്കുന്നു. ഈ എപ്പിസോഡിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്.
നമ്മുടെ ഗോൾഡൻ ജൂബിലി ഒക്കെയാണല്ലോ വെറുതെ നല്ല ലൈനിങ്ങിന് രാവിലെ പാടി അന്നേരം കേട്ടില്ല, മുന്നേ കേട്ടില്ല. A beacon bright through day and night, a legacy of love that never fades or sways, a sacred space, a holy place, a testament to faith for you and me, a golden jubilee, a wondrous sight. and that is where we all stand firm. Almighty God, we thank you for our golden parish. We praise thee for our Ebenezer MTC. ഗോൾഡൻ പീപ്പിൾ ആണോ വുഡൻ പീപ്പിൾ ആണോ എന്ന് പറഞ്ഞു. ഗോൾഡൻ പാരിഷ് എന്താ സൗണ്ട് കൂടി. ഞങ്ങളുടെ അടുത്ത ആറ് പേരുണ്ട്. The gift of being a senior citizen എന്താണെന്ന് നമ്മൾ ബസ്സേ വന്നപ്പോൾ പറഞ്ഞതാണ്. എന്നാൽ അതെന്ത് ഗിഫ്റ്റ് ആയാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, ഞാനൊരു പ്രൗഢ വയസ്ക പൗരൻ, സീനിയർ സിറ്റിസൺ എന്ന തോന്നൽ പ്രബലപ്പെടുന്ന കാരണങ്ങൾ എൻ്റെ മാത്രം തോന്നലുകളായാൽ വിയോജനക്കുറിപ്പിന് സ്വീകാര്യമല്ല. അബദ്ധമാകാം, പ്രബുദ്ധമാകാം, വിവാദത്തിന് പ്രസക്തിയേയില്ല. പറഞ്ഞു നീട്ടത്തില്ല, ഞാൻ പറയാതെ പോകുകയുമില്ല. ഒന്ന്, ഫോണിൽ തോണ്ടുന്നതിനേക്കാൾ കുടുംബ സ്നേഹ ബന്ധങ്ങളിൽ താണ്ടുന്നതിൽ സന്തോഷം ലഭിക്കുന്നത് കൊണ്ട് ഞാനൊരു പ്രൗഢ വയസ്ക പൗരനെന്ന് തീർച്ചപ്പെടുത്തുന്നു. രണ്ട്, ഇന്റർനെറ്റിലെ ഇന്ദ്രജാലങ്ങൾ ഇന്ദ്രിയങ്ങളെ അനുനയിപ്പിക്കാൻ വിമുഖത കാണിക്കുന്നു എന്ന തോന്നൽ ഞാനൊരു സീനിയർ സിറ്റിസൺ എന്ന തേങ്ങൽ ശക്തമാക്കുന്നു. മൂന്ന്, വിവാഹ വാർഷിക ആഘോഷത്തെക്കാൾ പേരക്കുട്ടികളുടെ ജന്മദിനത്തിൽ മതിമറന്ന് സന്തോഷിക്കുന്നത് മറന്നു പോകുന്നില്ല എങ്കിലും ഒരു സീനിയർ സിറ്റിസൺ ആയി എന്ന് ഓർക്കാതിരിക്കുമ്പോൾ ഞാനൊരു സീനിയർ സിറ്റിസൺ എന്ന് തീർച്ചപ്പെടുത്തുന്നു. നാല്, മധുര സ്വപ്നങ്ങൾ മാഞ്ഞും മറഞ്ഞും പോയത് മറന്നു പോകാതിരിക്കുമ്പോഴും മതിമറന്ന് ചിരിക്കാൻ കഴിയുമ്പോഴും ഞാനൊരു സീനിയർ സിറ്റിസൺ തീർച്ച തന്നെ. എന്റെ ചിരിക്കഥകളും നുണക്കഥകളും കഥനകഥകളും കണ്ണീരൊതുക്കി കാത്തു സൂക്ഷിക്കുന്നത് കാണികളോട് പങ്കുവെക്കാൻ നിഷേധിക്കുന്ന പുതുതലമുറയോട് ഇടപെടുമ്പോൾ തീർച്ചപ്പെടുത്തേണ്ടി വരുന്നു ഞാനൊരു സീനിയർ സിറ്റിസൺ. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് മാറ്റുകൂട്ടി മേനി കാട്ടാൻ മൊഴിയുമ്പോൾ മാറ്റമില്ലാത്ത സത്യത്തെ മുറ്റും വഹിക്കുന്നു ഞാൻ എന്ന സത്യം മറച്ചു വെച്ച് മേന്മ നടിക്കുമ്പോൾ എന്റെ ഉള്ളം എന്നോട് പൊടിയുന്നു, നീ ഒരു സീനിയർ സിറ്റിസൺ. അഭിനയ ലേശമന്യേ ജീവനറ്റ് കിടക്കുന്നവന് ചുറ്റും കൂടി ജീവനുണ്ട് എന്ന് അഭിനയിക്കുന്നവരോട് ജീർണിച്ച വാക്കുകൾ ഓതുവാൻ 5 മിനിറ്റ് അനുവാദത്തിൽ അരമണിക്കൂർ പിടിയുമ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന സത്യം ഞാനൊരു സീനിയർ സിറ്റിസൺ. സമയം കഴിഞ്ഞു പോകുന്നു എന്ന് സംബന്ധിച്ച് സമരസപ്പെടാൻ സമ്മതമില്ലാതെ തിളക്കം കാട്ടാൻ തിടുക്കം കൂട്ടുന്ന ചുളുക്കം വീണ വദന ചുടുകൾ എന്നോട് ചൊല്ലുന്നു, നീ ഒരു സീനിയർ സിറ്റിസൺ. പഴയ പ്രഭാവ പ്രതിധ്വനിയുമായി പുതിയ പ്രമാണം നിറഞ്ഞിടത്ത് പ്രതികരിക്കുമ്പോൾ ഒരു പ്രയോജനവുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പ്രശ്നക്കാരനാവുമ്പോൾ ഞാൻ അറിയണം ഞാനൊരു സീനിയർ സിറ്റിസൺ ആണെന്ന്. അറിവിനൊപ്പം തിരിച്ചറിവുണ്ടെന്നും വിവരത്തിനൊപ്പം വിവേകമുണ്ടെന്നും മങ്ങിയ കാഴ്ചയ്ക്കൊപ്പം ഉൾക്കാഴ്ചയുണ്ടെന്നും അറിയാതെയാണ് പലതും എന്ന് അറിഞ്ഞുകൊണ്ട് പറയുമ്പോഴും അബദ്ധവശാലെങ്കിലും ഞാൻ സമ്മതിക്കുന്നു ഞാനൊരു സീനിയർ സിറ്റിസണാണ്. സമ്മതപത്രം എഴുതി സൂക്ഷ്മ പരിശോധന നടത്തി സൂക്ഷിച്ചു വെച്ച സമ്മതമാണെന്റെ സമയത്തെ വെടിയാൻ എന്നൊരിറ്റു സമ്മതക്കുറവോടെ സമ്മതിക്കുമ്പോൾ എനിക്ക് തീർച്ച ഞാനൊരു സീനിയർ സിറ്റിസൺ. ആശയങ്ങൾക്ക് ആവേശം കുറഞ്ഞു വരുമ്പോൾ ആശയുള്ളവരോട് അസൂയകൊണ്ട് അനവസര സന്ദേശങ്ങൾ നൽകുമ്പോൾ ഞാൻ അറിയട്ടെ ഞാനൊരു സീനിയർ സിറ്റിസൺ ആണെന്ന്. പ്രായം കൂടുന്നത് വില കൂട്ടുമെന്ന വിഫല ചിന്തയ്ക്ക് വിലങ്ങിടാത്ത ഞാൻ വിറങ്ങലിച്ച് വിലപിക്കുന്നു, ചിരിപ്പാൻ പരാജയപ്പെടാതെ ഞാനൊരു സീനിയർ സിറ്റിസൺ. വിട ചൊല്ലട്ടെ. ഐ ഗ്രോ ഓൾഡ് ബട്ട് നെവർ ലോസ് മൈ ഷൈൻ. പീപ്പിൾ സീക്ക് മീ ഫോർ ലെസൺസ് ഡിവൈൻ. I am a senior citizen with experience of wisdom by the grace of God. Thank you. സാർ ഇന്നലെ വൈകിട്ടാണ് വിളിച്ചത്. എൻ്റെ വീട് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ഓൾറെഡി സാനിയാക്കി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബസ്സിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തു.
അത് ഇവിടെ വെച്ചായിരിക്കുമെന്ന് ഓർത്തില്ല. എനിവേ ഞാൻ കുറച്ച് പല്ലിമുട്ടായി മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് മോശമായിട്ടാണ് ഇത് പൊല്യൂഷൻ ടെസ്റ്റിങ്ങിന് പോയേക്കുക. മോഞ്ചാനോടൊപ്പം ഞാൻ പറഞ്ഞു വിട്ടു, എവിടെയെങ്കിലും വല്ല മാടക്കടയിലോ വല്ലതും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. ഏതായാലും മോഞ്ചാൻ മേടിച്ചു. അപ്പം ഞാൻ ഫിൽസറാണോട് പറഞ്ഞു ഇങ്ങനെ പല്ലിമുട്ടായി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടുമോന്നില്ല. അപ്പം ഞാനൊന്ന് വെളിയിൽ പോകുന്നുണ്ട്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പാക്കറ്റ് പല്ലിമുട്ടയായി ചോദിച്ചത്. സാറ് രാവിലെ ഒരു കുപ്പി നിറയെ കൊണ്ടുവന്നു. Anyway, what to do with it, I don't know. And maybe we can give it to somebody as gifts or something. Anyway, ഇതിനകത്ത് ഈ ഒരു കണ്ടെയ്നർ നോക്കിയപ്പോൾ ഇതാ കിട്ടിയത്. ഒരു ക്യൂട്ട് കണ്ടെയ്നർ എന്ന് പറഞ്ഞ കുപ്പിയൊന്നും ഇല്ലായിരുന്നു. എനിവേ ഇതിനകത്ത് കുറച്ച് പല്ലിമുട്ടായി അല്ലെങ്കിൽ ജീരക മുട്ടായി ഇട്ടിട്ടുണ്ട്. അത് യു ക്യാൻ write your name and guess the number, how many there are inside, and the person who gets the nearest will get a small gift, very small. The answer is given here and Achan can open it at the end. In this I've just given 2-3 columns here. Write your name, the number, and then when I saw this container, it looked like some animal. And now Kerala is filled with wild animals, and to me it looked like a bear. So I was just looking up some things about the bear, and my hand is shaking. Can you name a few wild animals that have come into Kerala during the last 6 months? Anybody? Elephant, tiger, panni, leopard. Okay, I don't know about bison. Yes. Maybe. Okay. And on the 27th of January, in the district of in the district of Wayanad, one animal came into a house and it stole something from that house. Does anyone remember what it stole? It was not Arikomban. Kattupotalla. A bear came and stole something from a house in Wayanad. What could it be? Honey. Honey is very good, but it was not honey. It was near to honey. It was sugar. So bears have a sweet tooth. Do you know what the food of bears are? Anybody? Mostly honey. They get honey. Of course, they eat it. Anything else? Fruits. Anything in the wild. What can they get? Small insects. Termites and ants. So they are non-veg as well. But basically they eat plants. Then, can anyone name a cartoon bear? A famous cartoon bear? Winnie the Pooh. Winnie the Pooh, very good. And what was its favorite food? Apart from Shaggy, anybody else knows? Winnie the Pooh. Okay, honey. Honey was the favorite food of Winnie the Pooh. Now, okay, that's just about bears. Now, okay, one animal that has come into Trivandrum and caused some accidents, a wild animal into Trivandrum.
Okay, Nalanchara. Not Nalanchara, Mandantala. Monkey maybe. Any other? Wild animal. Wild. Dog. No. ജയമമില്ല Jayamala. നന്ദിയാ പന്നി. ഓക്കെ, അവിടെ റോഡ് ക്രോസ് ചെയ്ത് ജയമമ്മൻ്റെ ഗേറ്റിലൂടെ ഓടി വന്ന് റോഡിൻ്റെ ക്രോസ് ആയിട്ട് ഒരു സ്കൂട്ടറോ ബൈക്കോ ഏതാണ്ട് പോയപ്പോൾ അതിനെ ഇടിച്ച് താഴെ ഇട്ടു. So it's coming, all the animals are coming very near. Anyway, we'll start with this, we'll start somewhere and we'll just pass this. You can take a look at this, but don't keep it too long in your hands because we have to finish it. And in the meanwhile, something else can happen. But I would like you all to think of something, ഹലോ these things ഞാനൊരു inside മെസ്സേജ് as ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് not a bear but yourself, and വാട്സാപ്പിൽ മെസ്സേജ് all these small things as gifts or things that you have which you can be grateful for. Your gifts, your talents, your abilities, everything. So just think, by the time the paper reaches you, one thing that you are grateful for. It does not have to be a thing, or it can be a person. It can be for being able to see, being able to communicate. You know that so many people are bedridden and they cannot even express what they would like to have or what they need. So many things that we can be grateful for. It can be just a cup of coffee early morning that we get, or it be our friends, or our family, or anything. Anything, okay? So don't bother about what the person next to you or the one once before you have written. It's not for anyone to judge. It's just a time to reflect, not to reflect on anything, but just for you to be in the moment and to express some gratitude that you can write in this last column. If you have anything, I'm sure everybody has something to be grateful for. Yeah. So I'm just going to pass this now. Just guess the number of these blessings and write it down, your name and a reason to be why you are grateful. Something that brings you joy or fulfillment. Okay, thank you, that's all. ഉദ്ദേശിക്കുന്നത് എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഹിന്ദി പാട്ട് അടുത്ത ഹിന്ദി പാട്ട് അതിനകത്ത് എത്ര എണ്ണം ഉണ്ടോ പറയുക. ആ ലാസ്റ്റ് അതിനകത്ത് whatever you're grateful for in your life. ഇതിൽ നമ്പർ ഉണ്ട്. അത് എഴുതിയാൽ എഴുതിയിട്ട് നോക്കിയാണ് ഇത് നോക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് എഴുതിയാ മതി. നോക്കി എഴുതാളാ ഒരു ടൺ തല്ലുവിട്ടായി ഇരിപ്പുണ്ട്. ഒരു സിനിമാ പാട്ടാണ്. ഹിന്ദിയാണോ മലയാളമാണോ?
के तले तेरी आंखों के सिवा दुनिया में देखा क्या है. ഇവിടെ കുറേ പാട്ടുകൾ കേട്ടു നമ്മൾ. അപ്പം ഞാനൊരു റെസിറ്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നൊരു കവിതയാണ് ഞാൻ റെസൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക. പഴയുള്ള കണ്ണീരിനുറവയാണ്, വറ്റ വരളുന്നതുയിരിൻ്റെ യമുനയാണ്. ഇനി എൻ്റെ ശാന്തിയുമെടുത്തുകൊള്ളുക. ഇനി എൻ്റെ ശാന്തിയുമെടുത്തുകൊള്ളുക. കതിരു കൊത്താൻ കൂട്ടുകിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. നുരയിട്ടു നിവരുന്ന ചോമിതൻ ചുണ്ടിൽ വയൽപ്പാട്ട് ചാർത്തും ചുവപ്പുമില്ല. കതിരു കൊത്താൻ കൂട്ടുകിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. മുറയിട്ടു നിവരുന്ന ചോമിതൻ ചുണ്ടിൽ വയൽപ്പാട്ട് ചാർത്തും ചുവപ്പുമില്ല. നാമ്പുകളുണങ്ങിയ മുഖപ്പാടിനോരത്തു നോക്കുകുത്തി പലക ബാക്കിയായി. നാമ്പുകളുണങ്ങിയ മുഖപ്പാടിനോരത്തു നോക്കുകുത്തി പലക ബാക്കിയായി. ഇനി എൻ്റെ പാട്ടുകളെടുത്തുകൊള്ളുക. ഇനി എൻ്റെ പാട്ടുകളെടുത്തുകൊള്ളുക. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. മാനത്തു കണ്ണികൾ മാറശരമേയുന്ന മാനസ സരസ ജലച്ചിപ്പുകൾ. ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേത സന്യാസികൾ, നാണിച്ചു നിൽക്കും കുളക്കോഴികൾ. പോയി മറഞ്ഞെങ്ങോ വിളക്കാല ഭംഗികൾ, വെറുതെ കത്തുന്നു കറുക്കുന്നു ചിന്തകൾ. ഇനി എൻ്റെ ബോധവുമെടുത്തുകൊള്ളുക. ഇനി എൻ്റെ ബോധവുമെടുത്തുകൊള്ളുക. വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടി കടത്തെയ്യങ്ങളാടുന്നു. വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടി കടത്തെയ്യങ്ങളാടുന്നു. ഇനി എൻ്റെ ചലനവുമെടുത്തുകൊള്ളുക. ഇനി
കരളും പറിച്ചുകൊള്ളുക. ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക. ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക. ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക. ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക. ഇനി എൻ്റെ കരളും ഇനി എൻ്റെ ശാന്തിയും ഇനി എൻ്റെ പാട്ടും ഇനി എൻ്റെ ബോധവും ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക. ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക. ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക. ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക. അത് കാപ്പി രാഗത്തില് തിരിച്ച് പാട്ടിലൂടെ പറയുന്നത് ഞങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കാൻ. അഭിനയ പാടമൊന്നുമില്ല, ചുമ്മാ കേൾക്കാം. കാപ്പിരിയ ചായ എനിക്കു തരുമോ? ഈ ചായ എനിക്കു തരുമോ? ഉത്തനോ തെറ്റിയോ കണ്ണേവനായാലും ഒരു ചായ എനിക്കു തരുമോ? ചായ എനിക്കു തരുമോ? ബ്ലാക്ക് വേണ്ട, വീണും വേണ്ട, ഫ്ലവർത്തികളും വേണ്ട, പാലൊഴിച്ചു ഷുഗർ പോട്ട് കടുപ്പത്തിലുള്ള ചായ എനിക്കു തരുമോ? ഈ ചായ എനിക്കു തരുമോ? ഒരു പദ്യമാണ് ഞാനിവിടെ. അത് ബൈഹാർട്ടാക്കി പഠിച്ചത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അത് ബൈഹാർട്ട് പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിക്രമൻ സാർ അടിച്ച് റെഡിയാക്കുവാൻ. അത് കാരണം അതിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച ഒരു പാട്ടാണ്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, പഠിച്ചയക്കണമെന്ന് തോന്നുന്നു. ക്ലാസ്സിലുള്ളവരാരും ഇവിടില്ല. മർത്യാകാരണാഗോപീ വസനനിര കവർന്നോരീ ദൈത്യാരിയത്തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വരാ തവ നിർവനീതിക്ക് തെറ്റില്ല. പക്ഷേ പൊൽത്താർ മാതാവിതാതൻ കണവനെ വിളിക്കാൻ ആശ്രയിക്കുന്നത് ദാസീ വൃത്യാനിത്യം കനിവളിരുതിക്കല്ല കാരുണ്യരാശേ.
മർത്യാകാരേണ ഗോപി വസനനിരകവർന്നോരീ ദൈത്യാരിയെ പഞ്ചിത്തെ ബന്ധിച്ച വഞ്ചീശ്വരാതവനീതിക്ക് തെറ്റില്ല. പക്ഷേ പുൽപ്പർമാതാവിരാതൻ കണവന കുലവിക്കാൻ ആസ്വദിക്കുന്നത് ആസീവൃത്യാനിത്യം കവന് കനിവളിൽ ഉദിക്കല്ല കാരുണ്യരാശേ. ചരം വെച്ചു പിരിച്ച ചെഞ്ചിടകളിൽ ചേരുന്ന രുദ്രാക്ഷവും പാരം ഗോവര സങ്കലർന്ന മെയ്യും മാന്തോന്മരം ജാരിയും ഗോവം ചേർന്ന കുടാരമല്ല കൊടിലും കൈക്കൊണ്ടു ദൈത്യാരിയെ പഞ്ചിത്തെ ബന്ധിച്ച വഞ്ചീശ്വരാതവനോ നീതിക്ക് തെറ്റില്ല. പക്ഷേ പുൽപ്പാർമാതാവിതാതൻ കണവൻ ഒളിക്കാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യാനിത്യം കനിവളിലൊടിക്കല്ല കാരുണ്യരാശേ. വെള്ളം വെണ്ണീരോഷം വന്മഴുവത് കവിതോലാരുവിത്താദീനം തൊട്ടുള്ളോരീനൽ കൃഷിക്കോപ്പുകളെല്ലാം അധീനത്തിലുണ്ടായിരിക്കെ പള്ളിപ്പിച്ചക്കെഴുന്നള്ളരുതോ കാട് വെട്ടിത്തെളിച്ച വള്ളിക്കുന്നിൽ കൃഷി ചെയ്യുക പണിവടിനും ഭൂതസാർത്ഥം സമൃദ്ധം. ചങ്ങനാശ്ശേരി എസ് പി കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങളെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അന്ന് പ്രീ ഡിഗ്രിക്ക് ലിവിങ് ഇംഗ്ലീഷ് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ബുക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സെന്റൻസിനെ കുറിച്ചാണ് സിമ്പിൾ പ്രസന്റ്, പാസ്റ്റ് പ്രസന്റ്, പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഇങ്ങനെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികൾക്ക് വളരെ പ്രയാസമായിട്ട് ഫോളോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി. അവിടെ ഇരുന്ന് ചിലർ ചിരിച്ചു. സാറ് വളരെ അക്ഷമനായി. അദ്ദേഹത്തിന് ആദ്യം കുറച്ചേരം ഉണ്ടായിരുന്നു. പിന്നെയും പുള്ളിക്ക് ക്ഷമ നശിച്ച പുള്ളി ഒരു ശരിയൊരു സംഭവ കഥ പറഞ്ഞു. അതിന് ഞാൻ ഓർക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും പരാജയമുണ്ടെങ്കിൽ ക്ഷമിക്കുക. പണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ വന്ന് കേരളത്തിൽ പ്രസംഗം നയിച്ചു. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മലയാളി അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്രമമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറച്ച് പകുതി വഴിയായപ്പോഴത്തേക്ക് ഈ ആൾക്കാരെ ചിരിക്കാൻ തുടങ്ങി. ചിരിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ ഇതിങ്ങനെ കണ്ടിട്ട് ഇടയ്ക്ക് ഒരു പോസ്റ്റ് സ്റ്റോപ്പായി. ഒടുവിൽ അദ്ദേഹം സഹിയിട്ട് പറഞ്ഞു, ഈവൻ മാഗ്നാനിമിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റ്. അപ്പൊ ട്രാൻസ്ലേറ്റർ മറുപടി പറഞ്ഞത് പോക്കിരിത്തരം ഒരാളുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. മാഗ്നാനിമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ ഈ ട്രാൻസ്ലേറ്റ് ആണെന്ന് വലിയ പിടി കിട്ടിയില്ല. ഔദാര്യത്തിനും ഒരു അതിലുണ്ടെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ആ അവസരത്തിന് ഒപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. ഇനി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഞാൻ നമ്മുടെ പെരുങ്ങാലത്ത് പറഞ്ഞ നമ്മുടെ മാർത്തമ സഭയിലെ ആദ്യത്തെ വികാരി ജനറലായിരുന്ന അച്ഛൻ്റെ കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും. ഓവർ ഐത്തോണ കത്തനാണ്. അച്ഛൻ 1917 മരിച്ചു. നേരത്തെ പാത്രിക സഭയിലായിരുന്നു. അവിടുന്ന് നമ്മുടെ തിരുവല്ലയിലെ എസ്സിയിലെ വികാരിയായിരുന്നു. അച്ഛന്റെ നാമധേയത്തിലുള്ളതാണ് ഇന്ന് നമ്മൾ അവിടെ കാണുന്ന BGM ഹാൾ, വികാരി ജനറൽ മെമ്മോറിയൽ ഹാൾ. പലർക്കും BGM ഹാൾ എന്ന് പറയുന്ന അറിഞ്ഞുകൂടാ. വികാരി ജനറൽ മെമ്മോറിയൽ ഹാൾ എന്നാണ്. അപ്പോൾ അച്ഛനൊരു പ്രോബ്ലം സോൾവറായിരുന്നു. അച്ഛൻ എടുത്തിട്ട് എന്ത് ഉപവാസങ്ങൾ ചോദിച്ചാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അച്ഛൻ അതിന് മറുപടി പറയും. വളരെ ഹ്യൂമറസ് ആയിട്ടായിരിക്കും, പക്ഷെ ഇന്റലിജന്റ് ആയിട്ട് അച്ഛൻ മറുപടി പറയും. ആരോ ഒരാളെ ടൂറിസ്റ്റിനോട് ചോദിച്ചു, അച്ഛൻ ഈ വസൂരി സ്പാർ ബോക്സ് വന്നത് മുഖം എങ്ങനെയിരിക്കും? അപ്പൊ അച്ഛൻ ആലോചിച്ച് പറഞ്ഞു, അത് ചക്ക കൊണ്ട് രാവിലെ കൊണ്ടിരിക്കുന്നു. അപ്പൊ രാവിലെ ചക്ക കഴിഞ്ഞാൽ മുന്നിങ്ങനെ കുത്തിക്കൊണ്ടല്ലോ. കേൾക്കാമോ? അപ്പൊ ഈ ചക്ക വീണ രാവിലെ വിളിക്കുന്ന അച്ഛനോട് പറഞ്ഞത്. അതുപോലെ തിരുവല്ല SC കവലയിൽ കിഴക്കോട്ട് നോക്കിയാൽ കല്ലുപ്പാറയ്ക്ക് ഉമ്മിക്കുഞ്ഞു മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അതായത് പഞ്ചപാണ്ഡവന്മാരുടെ പാഞ്ചാലി നെല്ല് വാറ്റി അരി വാറ്റി ഉമി വീണ് ഉണ്ടായ മലയാണെന്നാണ് പറയുന്നത്. അപ്പൊ അച്ഛനോട് ഇങ്ങനെ ഒരു വിദ്യാൻ ചോദിച്ചു, അച്ഛോ ആ ഉമിക്കുന്ന മല എത്ര വട്ടം വന്നതാവും? അച്ഛൻ ആലോചിച്ച് പറഞ്ഞു, അത്രയും കൊട്ടുന്ന കൊള്ളയ്ക്ക് ഒരു വട്ടം വന്നു. അത്രയും കൊള്ളുന്ന കൊട്ടയ്ക്ക് ഒരു വട്ടം വന്നതാണോ? അതാണ് അച്ഛന്റെ അത്രയും കൊള്ളുന്ന കൊട്ടയ്ക്ക് ഒരു വട്ടം വന്നതാണോ? മനസ്സിലായോ? പിന്നെ അച്ഛനോട് അതിനേക്കാൾ തീർച്ചയായിട്ടും ഈ ഒരു ഹിന്ദു നമ്മുടെ വിശ്വാസത്തെ അനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അച്ഛനോട് ചോദിച്ചു, അച്ഛാ നിങ്ങൾ ഈ കുർബാന എന്ന് പറയുന്ന ആന എവിടെയാണ് തളയ്ക്കുന്നത്?
അച്ഛൻ മറുപടി പറഞ്ഞു, അത് ബ്രഹ്മാവെന്ന മാവെ തിളയ്ക്കുമെന്ന്. അങ്ങനെ കറക്റ്റ് മറുപടി കൊടുത്തു. പിന്നെ അദ്ദേഹം മിണ്ടിയിട്ടില്ല. അതിനേക്കാൾ വേറെ സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കള്ളിയത്തെന്ന് പറയുന്നത് വളരെ നിരോധിച്ചിരുന്നൊരു സംഭവമാണ്. ആർക്കും അതിന് അനുവാദമില്ലായിരുന്നു. കള്ളിലെത്തിക്കഴിഞ്ഞാൽ അത് പെനാൽറ്റിയാണ്, കോടതി കേസെടുക്കും. അങ്ങനെ ഇരുന്ന സമയത്ത് അച്ഛൻ രാവിലെ തിരുവല്ല SC കവലയിൽ നമ്മുടെ വള്ളംകുളം ഭാഗത്തുണ്ട്, കോഴിക്കോട് ഭാഗത്തുണ്ട് നടന്നു പോകുമ്പോൾ തിരുവല്ലയിലെ കച്ചേരി നിങ്ങൾക്ക് അറിയാമല്ലോ, പഠിച്ച NGM കോളേജ് സ്കൂളിൻ്റെ അടുത്ത. അപ്പോൾ ഒരാളിനെ പോലീസ് വള്ളംകുളത്ത് മഞ്ഞാടി അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് വരിക. അപ്പൊ ഇവന്റെ തലയില് ഈ മാട്ടമുണ്ട്. മാട്ടം എന്ന് പറഞ്ഞാൽ അറിയാമോ? മാട്ടം എന്ന് പറഞ്ഞാൽ മൺകുടത്തിനകത്താണ് കള്ളി ചെത്തുന്നത്, ഈ നമ്മുടെ പോട്ടറിയില്ലേ. അപ്പൊ ഈ മൺകുടം കള്ളും നിറച്ച് ഇവന്റെ തലയിലുണ്ട്. അപ്പൊ അച്ഛന് മനസ്സിലായി ഇവനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ കിഴക്കോട്ട് നടന്നു പോകുന്നു, ഇവനെ പടിഞ്ഞാട്ട് കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരികയാണ്. അപ്പൊ അച്ഛന് പണ്ട് വർത്തമാന കാലത്ത് ഈ ഉന്തും താളെ നിന്നും ചതുരംഗത്തെ പാട്ട് പാടിയ പോലെ അച്ഛൻ നേരെ കിഴക്കോട്ട് പോയി പറഞ്ഞു, എടാ ഇതെന്താണ് മൺകുടമോ പൊൻകുടമോ എന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ. ഈ കേട്ടവൻ ഏതായാലും ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ ഈ മൺകുടം താഴെ ഇട്ടു. ഇത് അച്ഛൻ്റെ ഈ സംസാരശേഷി കേട്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഈ നാട്ടം കുടം താഴെ പോയി അവനെ തൊണ്ടി സഹിതം പിടിച്ചുകൊണ്ട് തൊണ്ടി നശിപ്പിച്ചു. തെളിവില്ല, അവനെ കോടതി വെറുതെ വിട്ടു. സാധാരണ ചൊല്ലുന്നതുമായിട്ടുള്ളത് അഗസ്ത്യ ഹൃദയം എന്ന് പറയുന്ന കവിതയാണ്. അഗസ്ത്യ ഹൃദയം മുഴുവൻ ചൊല്ലാനാണെങ്കിൽ 25 മിനിറ്റെങ്കിലും എടുക്കും. അത് എൻ്റെ ഏറ്റവും അവസാനത്തെ 4 മാത്രമാണ് അന്ന് പാടിയത്. ഇതൊരു പകുതി എൻ്റെ ഓർമ്മയിൽ, ഞാൻ തയ്യാറായിട്ടല്ല വന്നത്, ഓർമ്മയിൽ നിന്ന് പാടാൻ ശ്രമിക്കുവാണ്. പോയാൽ പോട്ടും. ആതുര ശരീരത്തിലിഴയുന്ന നീർനാടി അന്ത്യപ്രതീക്ഷയായി കാണാം. ആതുര ശരീരത്തിലിഴയുന്ന നീർനാടി അന്ത്യപ്രതീക്ഷയായി കാണാം. ഹരിനീല തൃണപാളി തെല്ലുണ്ടു തെല്ലിടയ്ക്കിവിടെ ഇളവേൽക്കാം. തിന്നാൻ തരുമ്പുമില്ലെങ്കിലും കരുതിയൊരു കുംഭം തുറക്കാം. അതിനുള്ളിൽ അളയിട്ട നാഗത്തെ വിട്ടിനി കുടലു കൊത്തിക്കാം. വയറിന്റെ കാളലും കാലിന്റെ നോവും ഈ വ്യഥയും മറക്കാം. ആമത്തിൽ ആത്മാവിനെ തളയ്ക്കുന്നൊരു വിഷമജ്വരത്തിന്റെ വിഷമിറക്കാം. ആമത്തിൽ ആത്മാവിനെ തളയ്ക്കുന്നൊരു വിഷമജ്വരത്തിന്റെ വിഷമിറക്കാം. സ്വൽപ്പം ശയിക്കാം, തമ്മിൽ സൗഖ്യം നടിക്കാം. നൊമ്പരമുടച്ച മിഴിയോടെ നീ എന്തിനോ സ്തംഭിച്ചു നിൽക്കുന്നുവല്ലോ. നൊമ്പരമുടച്ച മിഴിയോടെ നീ എന്തിനോ സ്തംഭിച്ചു നിൽക്കുന്നുവല്ലോ. കമ്പിത ഹൃദന്തമവ്യക്തമായോർക്കുന്ന മുൻപരിചയങ്ങളാണല്ലേ. അരജ നിന്നോർമ്മയിലൊരശ്രുകണമുണ്ടോ, അതിനുള്ളിലൊരു പുഷ്പനൃത്ത കഥയുണ്ടോ. അരജ നിൻ ഓർമ്മയിലൊരശ്രുകണമുണ്ടോ, അതിനുള്ളിലൊരു പുഷ്പനൃത്ത കഥയുണ്ടോ. കഥയിലൊരു നാൾ നിന്റെ യൗവന സ്ത്രീയായി കുടികൊണ്ട ദേവിയം വൈദേഹിയുണ്ടോ. ഉരുവമറ്റഭയമറ്റവളിവിടെയെങ്ങോ ഉരിയ വെള്ളത്തിനു കുരലുണക്കുന്നു. അവളൊരു വിതുമ്പലായി തൊണ്ട തടയുന്നു. മൃതിയുടെ ഞരക്കമായി മേനി പിഴിയുന്നു. അവൾ പെറ്റ മക്കൾക്കു നീ കവചമിട്ടു. അന്യോന്യമെയ്യുവാൻ അസ്ത്രം കൊടുത്തു. നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്തു. നാൽക്കവല വാഴാൻ ഒരുക്കിക്കൊടുത്തു. ആ പിഞ്ചു കരളുകൾ ചുരന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു. നിന്റെ മേധസ്സിൽ പുഴുക്കൾ കൊരുത്തു. നിന്റെ മൊഴി ചുറ്റും വിഷച്ചൂരു തേച്ചു.
എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം. എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം. നിൻ കണ്ണിനെന്നുമേ കണ്ണായിരുന്നൊരൻ കരളിലോ കരളുന്നു ദൈന്യം. ഇനി തമോ ഭൂവിൽ അവശിഷ്ട സ്വപ്നത്തിനുലയുന്ന തിരിനീട്ടി നോക്കാം. ഇനി തമോ ഭൂവിൽ അവശിഷ്ട സ്വപ്നത്തിനുലയുന്ന തിരിനീട്ടി നോക്കാം. അഭയത്തിനാദിത്യ ഹൃദയമന്ത്രത്തിനു ഉയിരാം അഗസ്ത്യനെ തേടാം. കവചം ത്യജിക്കാം, ഹൃദയ കമലം തുറക്കാം. കവചം ത്യജിക്കാം, ഹൃദയ കമലം തുറക്കാം. ശൈലകൂടത്തിന്റെ നിഴലത്തിനപ്പുറം ശ്രീലമിഴി നീർത്തുന്നൊരാ വിണ്ണിനെ കണ്ടുവോ? അമൃതത്തിനമൃതത്വമേകുന്ന ധിക്കാല ഹൃദയങ്ങളിൽ നിന്ന് തൈലങ്ങൾ വാറ്റുന്ന തേജസ്സും അഗ്നിസ്ഫുടം ചെയ്തു നീറ്റുന്ന ഓജോബലങ്ങൾക്കു ബീജം വിതയ്ക്കുന്ന ആപോരസങ്ങളെ 1000 കോടി ആവർത്തിച്ച് പുഷ്പരസ ശക്തിയായി മാറ്റുന്ന അഷ്ടാംഗയോഗമാർന്ന അഷ്ടാംഗ ഹൃദയത്തിനപ്പുറത്ത് അമരത്വയോഗങ്ങൾ തീർക്കുന്ന വിണ്ണിനെ കണ്ടുവോ? വിണ്ണിനെ കണ്ടുവോ? വിണ്ണിന്റെ കയ്യിൽ, ഈ വിണ്ണിന്റെ കയ്യിൽ ഒരു ചെന്താമരച്ചെപ്പു പോലെ അമരുന്നൊരീ മൺകുടം കണ്ടുവോ? ഇതിനുള്ളിലെവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. ഊർധ്വൻ വലിക്കുന്ന ജീവകോശങ്ങളുടെ വ്യർത്ഥ ഹൃദയച്ചൂടിലടയിരിക്കുന്നൊരീ അന്തിമ സ്വപ്നത്തിനണ്ടങ്ങൾ കണ്ടുവോ? അവയിലെ ചീയുന്ന രോദനം കേട്ടുവോ? തേങ്ങലിൻ നീരൻ കുടത്തിങ്കലെവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. സൗരസൗമ്യാഗ്നി കലകൾ കൊണ്ട് വർണ്ണങ്ങൾ വീര്യബലശോഭയായി വിരിയിച്ച പുൽക്കളിൽ ചിരജീവനീയ സുഖരാഗ വൈഖരി തേടുമൊരു കുരുവിതൻ കണ്ഠനാള ബാഷ്പങ്ങളിൽ ഹൃന്മധ്യദീപത്തിൻ നിശബ്ദമൂറുന്ന ഹരിതമോഹത്തിന്റെ തീർത്ഥനാദങ്ങളിൽ ഹൃന്മധ്യദീപത്തിൻ നിശബ്ദമൂറുന്ന ഹരിതമോഹത്തിന്റെ തീർത്ഥനാദങ്ങളിൽ വിശ്വനാഭിയിൽ അഗ്നിപത്മ പശ്യന്തിക്കു വശ്യത ചുരത്തുന്ന മാതൃനാളങ്ങളിൽ അച്യുതണ്ടിൻ അന്തരാളത്തിലെ പരാശബ്ദമൂറും പ്രാണഗന്ധങ്ങളിൽ ബ്രഹ്മാണ്ടമൂറും മൊഴിക്കുടത്തിനുള്ളിൽ എവിടെയോ തപമാണഗസ്ത്യൻ. ഇരുളിൻ ജരായുവിൽ അമർന്നിരിക്കുന്നൊരീ കുടമിനി പ്രാർത്ഥിച്ചുണർത്താൻ ഒരു മന്ത്രമുണ്ടോ? നവമന്ത്രമുണ്ടോ? പേപ്പർ കപ്സ് ആണ്. ഏറ്റവും അവസാനത്തേത് സ്ലൈറ്റ്ലി ഡിഫറെന്റ്, അത് അവസാനമുണ്ട്. അത് ചെയ്യേണ്ടത് ഇത് എടുത്ത് ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. ഓരോന്നോരോന്ന് എടുക്കാവും, ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ട് ഇത് പിന്നെയും താഴെ കൊണ്ടുവരണം. ഇത് വെക്കുക, ഇങ്ങനെ വെക്കുക. ഏറ്റവും സ്പീഡിൽ
അവസാനം ആദ്യം തീർക്കുന്നവർക്ക് ഇവിടെ വെക്കണോ കൈ പിടിക്കാൻ കൈ പിടിച്ചോണ്ട് ചെയ്തു. പക്ഷെ ഓരോന്ന് മാത്രമേ എടുക്കാവൂ. ഒരാൾക്കൂടെ വരാം, ആരെങ്കിലും ഒരാള് ഇവിടോട്ട് നിന്നോ, അപ്പം കാണാം. വെരി സിമ്പിൾ. ഇത് വേറെ മറ്റേതിൽ നിന്നും ഡിഫറെന്റ്. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കുന്നു. ഇതെടുത്ത് ഇങ്ങനെ വെക്കുക, ഇതെടുത്ത് ഇങ്ങനെ വെക്കുക. ഓരോന്നോരോന്ന് വെച്ച് ഇത് അവസാനം വരും. One, two, three, start. നോക്കിക്കോണേ, ഒരെണ്ണെ കൂടുതൽ വെക്കുന്നുണ്ടോ നോക്കിക്കോണേ. അത് രണ്ടുണ്ട്. പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വന്നപ്പോഴേ വേറെ 4 പേര് വാ. നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അടുത്ത 4 പേര് വാ. 2 പേര് വാ. ഉമ്മയില്ല. രണ്ടാമത്തെ ഗെയിം ലാസ്റ്റ് വൺ. രാവിലെ ഏത് രാഗമാണെന്ന് മനസ്സിലായില്ല. ഹലോ ഹലോ, ചില സ്പേസ് ഇട്ട് നിൽക്കണം. ഓക്കെ, ഇത് വേറെയാണ് ജലമം തൊഴില്. ശരി, 1, 2, 3 സ്റ്റാർട്ട്. വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നവർക്ക് എളുപ്പമാണ്. പ്രാർത്ഥന നടത്തുന്നവർക്ക് എളുപ്പമാണ്. രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചാൽ തോന്നുന്നു. ഇത് ജോലി ചെയ്ത് എവിടെയാണെന്ന് സംശയമുണ്ട്. വീട്ടിൽ പ്രാർത്ഥന അടിച്ചോ അടുത്ത ഗെയിം ആരെങ്കിലും 5 വേറെ 5 പേര് വരണം. 5 പേര് വന്നു കഴിഞ്ഞതിന് ശേഷമേ കളി പറയത്തുള്ളൂ. 5 പേര് വരിക. വന്നിട്ടേ പറയൂ. വേഗം 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 വേഗം. അഞ്ച് പേരെ ഞാൻ പുറത്തു വിടാം. ഇവിടെ ഇവിടെ കാരണം അവർക്ക് കാണണമല്ലോ. അടുത്ത ആള് ഇവിടെ ഇവിടെ വേറെ ഒരാൾ ഇവിടെ 5 പേര്. ഒരാൾക്കൂടെ വരാം കേട്ടോ. പറയാം ഗെയിം പറയാം. ഇത് 5,000. എന്തോന്ന് 5,000? ഈ കണ്ടെയ്നറില് 3 ടൈപ്പ് ബീഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. വൈറ്റ്, ഗ്രീൻ ആൻഡ് ഗോൾഡ്. ഓക്കെ, നല്ല കുളിപ്പിക്കും. പിന്നെ ഓരോരുത്തർക്കും
3 കളേഴ്സ് ആയിട്ട് 3 കപ്പ് ഉണ്ട് ഓരോരുത്തർക്ക്. അതിങ്ങനെ വെക്കുക. ഓരോ കളർ ഓരോ ഇതിലിടുക. തന്നെ മിക്കവാറും ഇട്ടത് കളർ മാറരുത്. കാരണം നോക്കുമ്പോഴറിയാം ഗ്രീൻ ഒന്നിനകത്ത് വൈറ്റ് ഒന്നിനകത്ത് ഗോൾഡ്. ഗെയിം മനസ്സിലായോ? മനസ്സിലായോ ഗെയിം? പറഞ്ഞിട്ട് പറ്റത്തില്ല. സ്റ്റാർട്ട് പറഞ്ഞിട്ടേ തുടങ്ങാവൂ. ഇടരുത്, ഇടാൻ പാടില്ല. ഓക്കെ, now we will start. സാറേ സ്റ്റാർട്ട് പറഞ്ഞിട്ടേ തുടങ്ങാവൂ. റെഡി ആയല്ലോ? 1 2 3 സ്റ്റാർട്ട്. വീട്ടിലെ മുത്തുമാല കുറച്ച് കിട്ടുന്ന അവസാനം നമ്മൾ അവരവരുടെ കപ്പിലിടണേ. പുള്ളിക്ക് കാർട്ടാക്കി ചെയ്തേ ഉള്ളൂ. എല്ലാം ഒരുപോലെ ഗോൾഡും വൈറ്റും. എന്തിനു പാടി കപ്പ് ഇതെടുക്കാനോ എനിക്ക് ഒരാൾ തീർക്കണം. നമ്മുടെ SS നോക്ക് പുള്ളി തറയിലോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. തറയിട്ടാണ് നിരത്തി ഭയങ്കര രസമാണ്. തറയിട്ടങ്ങ് നിരത്തി എന്നിട്ട് കറങ്ങി പറഞ്ഞില്ല. അത് അടുത്തൊരു പരിപാടി കണ്ടുപിടിക്കൂ. നിങ്ങൾ കയ്യിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തറയിലിട്ട് നിരത്ത് അവർ കണ്ടോട്ടെ. ഡിസ്റ്റർബ് ചെയ്യാതെ റോഡ് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇല്ല, കുഴപ്പമില്ല. നല്ലൊരു എന്നാലും തുണ്ട് കൊടുക്കല്ലേ കേട്ടാ, തുണ്ട് കൊടുക്കല്ലേ. അതെ ഡിസ്റ്റർബൻസ് വേണ്ട. ഇപ്പൊ നേരത്തെ വേറെ കളർ മാറിയാന്നല്ലേ ആള് പക്ഷെ ഈ ഗോൾഡ് വൈറ്റ് കൊണ്ടിട്ട വലിയ പണിയാണ്. രണ്ട് കണ്ട ഒരു ഗോൾഡ് വൈറ്റ് ഒരു കയ്യിലിട്ടിട്ട് കുറെ താഴെ പോയി. അപ്പം പെട്ടെന്ന് നിർത്താം. ജോലിയെങ്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഇവിടോട്ട് നോക്കി കണ്ടുപിടിക്കും. തലോട്ട് നിരത്തി അത് എവിടെ പറഞ്ഞു ഇതിലെടുക്കോ അവസാനം അവളൊന്നുമില്ല. മഴ വന്ന് നിൽക്കാതെ താഴെയൊക്കെ വായി ഇടുന്നു. അത് കെട്ടുകൂടെന്ന് പറഞ്ഞില്ലല്ലോ. താഴെ പോകുന്നു. അത് നോക്കണ്ടല്ലോ. അതാണ് ശരിയാണെന്ന് അല്ല പകുതി താഴെ കളിച്ചാൽ ഇത് വീട്ടിലെ നെല്ല് വർക്കി കൊടുത്തിട്ട്
അടുത്ത നല്ലൊരു ഗെയിം വരുന്നുണ്ട്, പെട്ടെന്ന് തീർത്താൽ നല്ലത്. കുറച്ചൊക്കെ കൊടുക്കാം. ഒരു നായ എടുത്ത് കൊടുത്തിട്ട് പറക്കാൻ പറഞ്ഞു. 1/2 മിനിറ്റ് കൂടെ തരുന്നതായിരിക്കും. 1 മിനിറ്റ് കൊടുത്താൽ ഇപ്പൊ പറഞ്ഞു. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. Time up. Time up. Stop. മതി. മിക്സ് ചെയ്യല്ലേ, നോക്കട്ടെ ആരാണ്. ഇതിനകത്ത് വെള്ളം വന്നിട്ടില്ല, അത് മിക്സ് ചെയ്തു. എല്ലാം അവിടെ എത്ര ഉണ്ടോ നോക്കുമ്പോ പുള്ളി ബെസ്റ്റ്. കുറെ നേരം പാടി 3 ഗോൾഡ് വൈറ്റും ആണ് കണ്ടിട്ട്. അത് 2 കണ്ടു. പക്ഷേ എല്ലാവർക്കും ഈക്വലാണോ വന്നിരിക്കുന്നത്? എനിക്ക് അത്ര പറ്റുള്ളൂ, ഇത്ര ഉള്ളല്ലോ. ആയിക്കോട്ടെ കൊടുക്കാം. ജോലിയാക്കുന്ന കൺസലേഷൻ പ്രൈസ് ഒത്തിരി അധ്വാനിച്ചില്ല. ഒന്നും മിക്സ് ആയിട്ടില്ല, കറക്റ്റ് ആയിട്ട് മുട്ടായി പറക്കിയോ എണ്ണയോ അത് നോക്കിയായിരുന്നല്ലേ? റിസൾട്ട് ആണ്. എത്ര എഴുതി? എഴുതിയവർക്ക് അറിയാമോ നമ്പർ എത്ര എഴുതിയെന്ന്? അറിയാം. പേരുണ്ട്. നമ്പർ ഓഫ് സീറ്റ്സ് 534. 534. നോക്ക് 537 എഴുതിയിട്ടുണ്ടോ? അടുത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത് വന്നത് ഉഷാന്തി തന്നെയാണ്. 527. 527. 57. ഉഷ ബസ്സായിരുന്നു നേരത്തെ എണ്ണിയതായിരുന്നു കേട്ടോ. 528 ഉഷാന്തി. ഉഷാന്തി ഇപ്പോ കണ്ടുപിടിച്ചു. First prize goes to Mrs. Usha Sakriya. അല്ല വേറെ കുറെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതല്ല 500 മേലെ എഴുതിയവർക്കെല്ലാം പ്രൈസ്. 550 എഴുതി. 500 മേലെ എഴുതിയവർക്കെല്ലാം എല്ലാവർക്കും കല്ലുമിട്ടായി വിടുന്നു. ഇനി ഒരു കല്ലുമിട്ടായി അടുത്ത ഗെയിം 5 കപ്പിൾസ് വരണം. 5 കപ്പിൾസ് ഗെയിം വന്നു കഴിഞ്ഞാൽ പറയാം. വന്നു കഴിഞ്ഞാൽ ഗെയിം ഉള്ളൂ. ആരെങ്കിലും ഡാൻസ് ഒന്നുമല്ല. ഇവിടെ വന്ന് നിൽക്കാൻ ഇൻസ്ട്രക്ഷൻസ് ഇതിന് മുമ്പിലും കുറേ നിൽക്കുന്നല്ലേ. ഓക്കെ, പിന്നെ തിരിയാം. ഇത് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ കപ്പിൾ ഗെയിം ആയതുകൊണ്ട് ഓരോ സാരി തരും. ഭാര്യ ഭർത്താവിനെ സാരി കുടിപ്പിക്കുക. ഭാര്യ ഭർത്താവിനെ പഠിപ്പിക്കണം.
സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ തുടങ്ങാവൂ. സാരി ഫ്രീ ആണോ? സാരി തിരികെ കൊടുക്കണ്ട, കൊണ്ടോ? സാരി പഴഞ്ചൻ സാരിയാ? അതൊക്കെ നോ ക്വസ്റ്റ്യൻ. യുവർ വൈഫ് വിൽ ഡു ഇറ്റ് ഫോർ യു. ഓക്കെ, ഞാൻ ടൈം സ്റ്റാർട്ട് പറയുമ്പോ തുടങ്ങുക. 1 2 3 സ്റ്റാർട്ട്. ഒന്നും ചെയ്യരുത്. കൈ ഫ്രീ ആയിരിക്കണം. കൂടിയ സാരി ഇത് ഏതോ ആശ്രയപ്പെട്ട് ഞങ്ങളുള്ള സാരിയാണ് നീളം കൂടുതൽ. 5.5 മുഴമുണ്ട്. പിന്നെ ഇല്ല ഇല്ല പറ്റില്ല. പൗഡർ ഭർത്താക്കന്മാർ കൈപൊക്കി പിടിക്കണോ? യൂട്യൂബിലൊന്നും ഇഷ്ടമല്ലേ? യൂട്യൂബിൽ വാർത്തമാ പള്ളിയിലെ ട്രസ്റ്റി കൈയും പൊക്കി സ്വന്തം ഭാര്യ അവർക്കറിയത്തില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞു. അറിയണേ. അത് ഉടുത്തോണ്ടൊന്ന് നടന്നോ? അത് ഉടുത്തോണ്ട് നിന്ന് നടക്കണം. അതെ, ഉടുത്തോണ്ടൊന്ന് നടക്കണം. ഈ സാരി ഉടുത്തു കഴിഞ്ഞ് കേട്ടോ ഒരു പരേഡ് വേണം. ഇനി സാരി ഉടുത്തവരെല്ലാം ഫാഷൻ പരേഡ് പോലെ ഇറങ്ങി അവിടെ വരെ പോയിട്ട് തിരികെ വരണം. അപ്പോഴും അത് അവിടെ തന്നെ തിരികെ വരുമ്പോൾ അവിടെ തന്നെ കാണണം. തിരികെ വരുമ്പോൾ അവിടെ തന്നെ കൊച്ചുമോക്കും ഫസ്റ്റ്. ഫസ്റ്റ് പറഞ്ഞത് നമ്മളാവില്ല. ഒരു ഗെയിം കൂടെ വേണം. 4 മണിക്കൂറിന്റെ സമയമുണ്ട്. 2 മലയാളത്തിലാ പറയണം. 1 പറഞ്ഞ് 2 മലയാളത്തിൽ പറയണം. 3 3 എന്ന് പറയണം. ഇംഗ്ലീഷിൽ പറയണം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് മലയാളവും ഇംഗ്ലീഷും പറയണം. ആരെങ്കിലും 3 കേട്ടിട്ട് 4 പറഞ്ഞാൽ തെറ്റി. ഔട്ട് ഔട്ടായാലും പുറത്ത് പോകുന്നു. കസേര മാറ്റിയിട്ട് മറ്റേ കസേര അടിച്ചിടും. ഇംഗ്ലീഷ് മലയാളം മാത്രമല്ല, അതേ ഉള്ളൂ. ഹിന്ദിയില്ല, ഹിന്ദിയിൽ അറബിയൊന്നുമില്ല. ഇംഗ്ലീഷും മലയാളവും മാത്രമേ ഉള്ളൂ. ഒരാൾ 1 പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആള് പറയേണ്ടത് 2 ആണ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഒരാൾ 1 പറഞ്ഞു 2 ആണ് അടുത്ത് പറയണം. മലയാളത്തിൽ പറയണം.
ലാഗ് ചെയ്താലും ഔട്ടാ. കണ്ടിന്യൂ ചെയ്ത് പോവാ. 1, 2 മാത്രമല്ല, കണ്ടിന്യൂ ചെയ്ത് പോവാ. 50, 60 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എത്ര വരെ പോവാ അങ്ങനെ പോവാണ്. ഒരു ട്രയൽ നോക്കാം. ഒരു ട്രയൽ കണ്ടിന്യൂ ചെയ്യാം. 4 കഴിഞ്ഞ് 5, 6, 7, 8, 9 അങ്ങനെ 4 പറയരുത്. 3 കഴിഞ്ഞാൽ 4 എന്ന് പറയണം. 5 പറയണം. പിന്നെ 6 പറയണം. ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ക്ലോക്ക് വൈസ്. 1 ട്രയൽ. ഔട്ട്. ലാഗ് ചെയ്യാൻ പാടില്ല. 5 കഴിഞ്ഞ് 6 പറയണം. ഒന്നുകൂടെ ട്രയൽ. 1 2 3 4 5 കളി മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ നമുക്ക് തുടങ്ങാം. എവിടെ തുടങ്ങാം? ട്രയൽ അവിടെ നിന്നല്ലായിരുന്നു. ഔട്ട്. ഓക്കെ, ഔട്ട് അയാൾ മാറാം. കുറച്ചൊക്കെ കിട്ടും. ഒട്ടും ആലോചിക്കാൻ സമയം കൊടുക്കില്ല. പെട്ടെന്ന് സീനിയർ സിറ്റിസൺസ് ആണെന്ന് ധാരണ വേണം. തുടങ്ങുക.
കേട്ടില്ല. മലയാളം സന്തോഷ കുറച്ച് പറ 65 കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമ്മതിക്കൂ പ്ലീസ്. ഭയങ്കര ചൂടാണ്, മാറൊന്നുമില്ല. സൗണ്ടൊക്കെ മാറി കുഴപ്പമില്ലായിരുന്നു. AC ഇപ്പോഴും ഇപ്പൊ തണുപ്പിക്കാം. 28 ഇനിയുള്ള സ്പീഡിലാണ് ലാഗ് ചെയ്യാൻ പറ്റുന്നത്. ഇനി 2 സെക്കൻഡ് അധികം ലാഗ് ചെയ്താൽ ഔട്ടാണ്. 27 അല്ല 38
അവർക്ക് പറയണം. ഞാൻ പറഞ്ഞോളിരിക്കുകയാണ്. എഴുപത്തിനാല് ഔട്ട്. തൊണ്ണൂറ്റഞ്ച് ഒന്ന് ഒന്ന് മൂന്ന് ഔട്ട്. ഏഴ് 9 10 11 12 13 അതിനൊരു കാര്യമുണ്ട്. ഇത് ഞാൻ ഇംഗ്ലീഷും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ പുള്ളിക്കാരി ഫസ്റ്റ് രണ്ടുപേർക്ക് ഫസ്റ്റ് എടുക്കും. രണ്ടുപേർക്ക് ഫസ്റ്റ്. താങ്ക് യു താങ്ക് യു. സ്കൂളിൽ പോയി പണി കിട്ടിയത് അല്ലേ? അപ്പൊ എനിക്കും അതൊരു സംഭവം ഉണ്ട്. അത് ഞാൻ ഇവിടെ പോയപ്പോ പറഞ്ഞതാ. നമ്മുടെ അവിടെ അതായത് ഒരു ഫോറിൻ ട്രിപ്പ് പോയപ്പോ ബസ്സിൽ പറഞ്ഞത്. അപ്പൊ കേട്ടവർക്ക് അത് ബോറായിരിക്കും, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു കവിത പഠിക്കാതെ ചെന്നിട്ട് എനിക്ക് അടി കിട്ടി. രാമൻകുട്ടി സാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ അടി കിട്ടി അന്ന് പഠിച്ചതാണ്. പക്ഷെ നിങ്ങൾ അർത്ഥം ചോദിക്കില്ല, അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ അത് കാണാൻ പറയാൻ ശ്രമിക്കാൻ തെറ്റിപ്പോയാൽ നിങ്ങൾ ക്ഷമിക്കണം. പൊട്ടാക്കി പാലവട്ട തിരുമിഴിജടേക്കാർ വിളിച്ചൊരു കൂന്തൽ കൊട്ടാക്കി കേതകി പൂവതിനുടെ വടിവാക്കി പരം ചന്ദ്രകണ്ഠ പട്ടക്ക തന്നെ മാറി ഹൃദയുടെ സുതനായി കാറ്റുൾപ്പൊക്ക വൈരപ്പെട്ടാൽ ജന്നി വിട്ട മഹിതപട കാട്ടാവല്ലേ. നമ്മുടെ ഇദ്ദേഹത്തിന് ഉഗ്ര ഒരു സാധനമുണ്ട്. പുള്ളി സൂപ്പർ. ഇനി കെ കരുണാകരനെ ഞാനത് അനുകരിക്കാൻ ശ്രമിക്കാം. എനിക്ക് അറിയത്തില്ല, സ്വരവും ശരിയല്ല, എന്നിട്ടാണെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ കെ കരുണാകരനോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, സാറ് ഈ ഗാന്ധിയെ സ്മരിക്കാറുണ്ടോ? അപ്പൊ കെ കരുണാകരൻ പറഞ്ഞു, ഞാൻ ഗാന്ധിയെ സ്മരിക്കാറുണ്ട്. എപ്പോ 500 നോട്ട് കാണുമ്പോഴും ഞാൻ ഗാന്ധിയെ സ്മരിക്കാറുണ്ട്.
ടി.എൻ. ശേഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശേഷനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. കംഫർട്ട് സ്റ്റേഷൻ, യൂറിൻ സ്റ്റേഷൻ, ടി.വി. സ്റ്റേഷൻ, എന്നിട്ട് ചോദിച്ചു അന്ന് മാറാട് പ്രശ്നമാണ്. അപ്പം ഈ A.K. ആന്റണി മാറാട് എടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ? അപ്പം കർണാടക പറഞ്ഞ മറുപടി, A.K. ആന്റണിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എന്നാൽ മാറാട് കാര്യത്തിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റല്ല, എന്നാൽ ശരിയല്ല. എന്നെ പറഞ്ഞു സാർ പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് പുള്ളി ഈ സ്ഥാനമൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയം. അപ്പൊ ഞാനങ്ങനെ പാട്ടൊന്നും പാടത്തില്ല, പക്ഷെ ഒരു പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കാം, നിങ്ങൾ തെറ്റിയാൽ ക്ഷമിക്കണം. ഒരു വറ്റം കൂടി ഞാൻ കൊടിവെച്ച കാലിന്റെ പുറകിൽ കിടക്കുവാൻ മോഹം, പുറകിൽ കിടന്ന റോഡിൽ കൂടൊരു പോക്ക് പോകുവാൻ മോഹം, ഒരു പോക്ക് പോകുവാൻ മോഹം. ഇത്രയും അങ്ങനെ ഈ ടോർക്ക് എന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗിന് ഈ വരുന്ന ഒരു ടോപ്പിക് വന്നപ്പോ ആ പഠിപ്പിച്ചിരുന്ന ബാലൻപിള്ള എന്ന് പറഞ്ഞൊരു ട്യൂട്ടറായിരുന്നു. അപ്പൊ പുള്ളി അത് പറഞ്ഞ് വെച്ചാണ് ഈ കഥ ഞങ്ങൾ ഇതിലിപ്പോഴേ ഉള്ളതാ. ഇതാ പുള്ളിയെ കളയാക്കി ഇങ്ങനെ വന്നതുകൊണ്ട് ഉള്ള കഥയായിട്ടാ പോകുന്നത്. ശരിയാണോ എന്ന് സീനിയേഴ്സ് പറഞ്ഞുള്ള അറിവ് വെച്ചാണ്. ചോദിക്കത്തില്ല. ടോർക്ക് എന്നുള്ളതിന് പുള്ളി ഈ ടോർക്യൂ യു അവസാനം വരുന്നുണ്ട്. പുള്ളി പറഞ്ഞു ടോർക്ക് യൂസ് ദ റിലേറ്റീവ് മൂവ്മെന്റ് ഓഫ് എന്ന് പറഞ്ഞ് ആ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു സർ ഇറ്റ്സ് നോട്ട് ടോർക്യൂ, ഇറ്റ്സ് ടോർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇറ്റ് ഈസ് സ്ലിപ്പ് ഓഫ് ദ ടങ് യു. അത് യു ഈ പറയലുണ്ടല്ലോ. അപ്പൊ സ്റ്റുഡന്റ് വീണ്ടും പറഞ്ഞു സർ ഇറ്റ് ഈസ് നോട്ട് ടങ് യു, ഇറ്റ്സ് ടങ് എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഡോണ്ട് ആർക്ക്. കാരണം ആർഗ്യൂ പറയാൻ പുള്ളിക്ക് മടിയായി. രണ്ട് യു ഇ പറഞ്ഞതുകൊണ്ട് ഉള്ള മടി. അതിങ്ങനെ സീനിയർ ഈ ബാലൻപിള്ള ഇങ്ങനെ കളിയാക്കി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പുള്ളി ഈ സ്മിത്തി ലാബ് ഉണ്ട് ഈ എഞ്ചിനീയറിംഗിന് ഒരു അയൺ പീസ് എടുത്ത് അല്ല റോഡ് ചൂടാക്കിയതിന് ശേഷം അതിനെ അടിച്ച് പറയുന്ന സ്പെസിഫിക്കേഷൻ ഷേപ്പ് നീളം എല്ലാം ആക്കണം. അപ്പൊ അതിങ്ങനെ എല്ലാം ചുറ്റും നിൽക്കുമോ. അപ്പൊ അതിലൊരു ഈ നമ്മുടെ ടോങ്സ് ഇങ്ങനെ എടുത്ത് പിടിക്കുന്ന ടോങ്സിന് പലതിന് പല പേരുകളുണ്ട്. ഓരോ ടോങ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു വന്നപ്പോ ഒരെണ്ണം എടുത്ത് ദിസ് ഈസ് ഹോളോ ടോങ്സ്, ദിസ് ഈസ് യൂസ് ഫോർ ദിസ്, ഇതാണ് ഇങ്ങനെ പിടിക്കുന്നതിനാണെന്നെല്ലാം പറഞ്ഞിട്ട് പെമ്പിള്ളേരും എല്ലാം നിൽപ്പുണ്ട്. അപ്പൊ മുമ്പിൽ നിന്ന കുട്ടിയോട് ചോദിച്ചു അപ്പൊ എന്താണ് പേര്? ഇതിന്റെ പേരാണ് ചോദിക്കുന്നത്. ത്രേസ്യാമ കുര്യൻ. അവിടെ പറഞ്ഞ് എന്താണ് പേരെന്ന് ചോദിച്ചപ്പോ ത്രേസ്യാമ കുര്യൻ. അപ്പൊ ആ സാറിന് പിന്നെ ആ പേരങ്ങ് വീണു, ത്രേസ്യാമ കുര്യൻ. ഭൂമിശാസ്ത്രം പഠിപ്പിച്ച ഒരു സാറ് പാടി തന്നൊരു കവിതയാണ്. അതായത് മറക്കാതിരിക്കാൻ വേണ്ടി സാറ് എളുപ്പവഴി, മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും എളുപ്പവഴി ചെയ്യാറുണ്ടല്ലോ. അതിലൊരു ചെറിയ കവിതയായിട്ടാണ് സാറ് പഠിപ്പിച്ചത്. അത് ഭൂമിയെ കുറിച്ചാണ്. നമ്മൾ വസിക്കും ഭൂമി വെറുണ്ടൊരു പന്ത് കണക്കിരിക്കുന്നു, കടലുകൾ 5 വൻകര 7 ഇടവിട്ടാണ് ഈ ഭൂലോകം. കടലുകൾ പസഫിക്, അറ്റ്ലാന്റിക്കും ഹിന്ദു സമുദ്രം ആർട്ടിക്കും അന്റാർട്ടിക്കയും ഉപ്പുജലത്താൽ വിസ്തൃതമായി കാണുന്നു. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയും ആസ്ട്രേലിയയും വൻകരകൾ, തെക്ക് വടക്കായ അമേരിക്ക, രണ്ടതുമല്ല അന്റാർട്ടിക്ക. കരയിൽ കുന്നുകൾ പർവ്വതം എന്നിവ പൊങ്ങിക്കാണുന്നു. പർവ്വത മുകളിൽ കൊടുപൊടി ഉണ്ട്, അതിൽ ഏറ്റവും വലുതാണ് എവറസ്റ്റ്. നമ്മളെയൊന്നും പഠിപ്പിച്ചോട്ടൊന്നും പഠിപ്പിച്ചില്ല. ഈ പഴയ കാലത്ത് വീടിന്റെ ഒക്കെ മേൽക്കൂര തെങ്ങാലത്ത് തെങ്ങിന്റെ ഉത്തരവൊക്കെ ആയിരുന്നു, പട്ടിയൊക്കെ. അപ്പോഴ് വീട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മച്ചുമ്പറൊക്കെ ഉണ്ടാക്കി വീട്ടുകാരെ വരയ്ക്കകത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര നാറ്റം വീടിനകത്ത്. ഒടിഞ്ഞ് തന്നെ ഇടപെടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഈ തെങ്ങിന്റെ
ഇതുണ്ടല്ലോ എന്നാ പറയുന്നത് ആരെ ഈ കൂടെ ഈ രാത്രിയിൽ എലി കയറുമ്പോ എലി ഇതേ കയറി ഉടക്കി അതേ ചത്ത് ഇരുന്ന് നാറുന്നതാണ്. അപ്പൊ ഈ വീട്ടുകാരൻ ആശാരിയെ വിളിച്ചു, ഇവിടെ താൻ എന്നാ പണിയെ കാണിച്ചു, ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ലല്ലോ, ഇതിനകത്ത് ഭയങ്കര നാറ്റമാണെന്ന് പറഞ്ഞു. അത് കുഞ്ഞ ഞാൻ എലിപ്പോരോട് ഇട്ടാ വന്നിരിക്കുന്നത്, എലിപ്പോരോട് എന്നോട് ചേർത്താ വീടിന്റെ പേപ്പര പണിതേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൂടെ ഉള്ളത് ഇറങ്ങി നോക്കി. എന്താ മനസ്സിലായില്ല? അവിടെ ജോസഫ് സാമുവൽ അച്ഛൻ എന്റെ ജസ്റ്റ് ജൂനിയറായിട്ട് പഠിച്ചാണ്. അച്ഛന് ഈ അച്ചപ്പെട്ടം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി വന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു അച്ചപ്പെട്ടം ചെയ്യാറായല്ലോ, അപ്പൊ മോൻ വന്നൊന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വലിയ കാവ്യയിലെ എല്ലാം കാണാതൊക്കെ പഠിച്ചിട്ട് വന്നു. കഴിഞ്ഞിട്ടൊന്നും വേണ്ടല്ലോ, പേപ്പറൊന്നും വേണ്ട. ടോപ്പിക് ഇതായിരുന്നു. പറഞ്ഞപ്പോ ശവലെ ശവലെ നീ എന്നെ ഉദ്രവിക്കുന്നത്. പുള്ളിയുടെ പേര് ശവമേൻ എന്നല്ലേ. അപ്പൊ പുള്ളി സ്റ്റേജിൽ കയറി എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു ശവലെ ശവലെ നീ എന്നെ ഉദ്രവിക്കുന്നുണ്ട്, ശവലെ ശവലെ എന്നെ ഉദ്രവിക്കുന്നുണ്ട്. ബാക്കി മുഴുവൻ മറന്നുപോയി. ശവലെ 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 നീ എന്നെ ഉദ്രവിക്കുന്നുണ്ട്. കുറെ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു ശവമല്ല ശവമല്ല നീ ഞങ്ങളെ ഉദ്രവിക്കുന്നു. അതാണ് നിർദ്ദേശിച്ച് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഏതാണ്ട് സമാപനത്തിലേക്ക് വരികയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മടങ്ങിപ്പോകും. ഈ ഒരു നല്ല ദിവസം ഓർത്തിരിക്കുവാൻ തക്കോണം ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ദിവസത്തിനായിട്ട് നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കരയിട്ടുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു. സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, കർത്താവായ പ്രഭാതത്തിൽ യാത്ര ചെയ്ത് ഈ റിസോർട്ടിൽ വരുവാൻ, ഇവിടെ സമയം ചെലവിടാൻ, വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ, ഒരുമിച്ചുള്ളതായ സന്തോഷ അനുഭവങ്ങളിൽ പങ്കുചേരുവാൻ ഞങ്ങളിടയാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ദിവസം അവിടെ ഞങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹകരമായ അനുഭവമായി ദൈവകൃപ ലഭിക്കുവാൻ തക്കുള്ള മുഖാന്തരമായി തീർന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കും. തുടർന്നും കൃപ അനുഭവിച്ച് അവിടുത്തെ സാക്ഷി നിറവേറ്റുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയമായ അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ വർഷിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ തക്കൊണ്ട് കർത്താവ് സഹായിക്കണമേ. പലരുടെ എല്ലാവരെയും കരം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുമതലക്കാരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ കൃപയാൽ ആശീർവദിക്കണമേ. മടക്കയാത്രയിലും കൂടെ ഇരിക്കണമേ. ദൈവത്തോട് ചേർന്ന് ഫലപരമായി പ്രവർത്തിപ്പാൻ, ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിയിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. പിതാമതനും പരിശുദ്ധരുമാകുന്ന ദൈവത്തിന്റെ കൃപ നാം എല്ലാവരുടെ മേലും പ്രാർത്ഥന എല്ലാ വിഷയങ്ങളും നാം എല്ലാവരുടെ മേലും എപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. മാവേലി നാടും വാടിയിരുന്നാലും ഫോട്ടോ എടുക്കുകയാണോ നോക്കിയേ ഫോട്ടോ എടുക്കുക കുട്ടിയോ അതിപ്പിടിച്ച് തൂങ്ങിയിട്ട് കാലിഞ്ഞോട്ടിട്. ഹലോ, കമാൻഡ് പറയാൻ എളുപ്പം. ഗർസിനാണെങ്കിൽ
വലിച്ച് ഷക്ക് ചെയ്യും. ഈ കടലിലൊക്കെ പോയി ചാടുന്ന അധികം ഈ ചുഴി വന്നിട്ട് ഷക്ക് ചെയ്ത് പക്ഷേ ഇപ്പോഴേ ഇതൊക്കെ പറ്റൂ. കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആട്ടിയൊന്നും തരത്തില്ല. അച്ഛന് സമയമില്ലെന്ന് പറയും. ഇപ്പൊ മാക്സിമം ആട്ടിക്കും കേട്ടാ. ഞങ്ങള് പോയിട്ട് അവിടെ മല പറിക്കാൻ പോകുന്നു. അവിടെ പോയിട്ട് ചുമ്മാ ഡുങ്കി കൊടുത്തിട്ട് ഫ്രണ്ട് എമ്പൊക്കെ വിട്ടിരിക്കല്ലേ. അത് ഇവിടുന്ന് വിട്ടോ. അവിടെ പറിക്കാൻ തോന്നുമ്പോ അടുത്ത ഫ്ലൈറ്റില് അമേരിക്ക അല്ല അവര് പിന്നെ ഇതൊക്കെ രസമല്ലയോ. അച്ഛൻ ഒന്നാം കാലത്ത് റോയി ആ തെങ്ങൊന്ന് വലിച്ചു കെട്ടിയിട്ട് എനിക്ക് പോണ്ടി വരും. ഇപ്പൊ കൊള്ളാം. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും സ്ഥലം തരണം. അതൊക്കെ എടുപ്പിക്കാം. ഇത് അറിഞ്ഞിട്ട് പരീക്ഷിച്ചിട്ടാ വന്നേ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. കാണാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തുടർന്നും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്.